പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിമാർ പങ്കെടുക്കുന്ന താലൂക്ക് തല അദാലത്തുകൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണത്തിൻ്റെ കൃത്യമായ സ്വാദ് ജനങ്ങളിലേക്ക് എത്തേണ്ടതും അവർ അനുഭവിക്കേണ്ടതും ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വഴിവിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്ന താലൂക്ക് തല അദാലത്തുകൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഭരണം അതിൻ്റെ കൃത്യമായ സ്വാദ് ജനങ്ങൾക്കാണ് അനുഭവിക്കാനാകേണ്ടത്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കഴിയുന്നവരും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകളെയാണ് പ്രത്യേക കരുതലോടെ കാണേണ്ടത്. നെഗറ്റീവായ കാര്യങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കാം എന്നതിലാണ് ചിലർ പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നെഗറ്റീവായ കാര്യങ്ങൾ എത്രത്തോളം പ്രചരിപ്പിക്കാൻ കഴിയും, എങ്ങനെ ആളുകളുടെ മനസ്സിലാകെ ഒരു നിഷേധാത്മക ചിന്ത ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, അതിനാണ് പ്രാമുഖ്യം കൊടുത്തു പോകുന്നത്. പക്ഷേ ആളുകളുടെ അനുഭവത്തിലുള്ളതാണല്ലോ മറ്റു കാര്യങ്ങൾ. ഈ അനുഭവം അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്. അപ്പോൾ അവർ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തും. ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി. വഴിവിട്ട നടപടികൾക്ക് തങ്ങൾക്കെന്തോ പ്രത്യേക അവകാശം സിദ്ധിച്ചിട്ടുണ്ട് എന്ന മട്ടിൽ പെരുമാറുന്ന രീതിയുമുണ്ട്. ഇതൊന്നും നാട് ആഗ്രഹിക്കുന്ന കാര്യമല്ല, സർക്കാർ അംഗീകരിക്കുന്ന കാര്യവുമല്ല. അപ്പോൾ പൊതുധാരയിൽ നിന്ന് വേറിട്ട സമീപനം സ്വീകരിച്ചാൽ സ്വാഭാവികമായും കർക്കശ നിലപാട് സർക്കാരിന് സ്വീകരിക്കേണ്ടതായിട്ട് വരും. തിരുവനന്തപുരം താലൂക്കിലെ അദാലത്തോടെയാണ് തുടക്കം. പരാതികൾ പരിഹരിക്കാൻ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും നേതൃത്വം നൽകി. 1000-ലധികം പരാതികൾ താലൂക്കിൽ ലഭിച്ചു. ഭൂരിഭാഗം പരാതികളും ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് പരിഹരിച്ചു. ബാക്കി 200ഓളം പരാതികളാണ് മന്ത്രിമാരുടെ മുന്നിലെത്തിയത്. ജനുവരി 13 വരെ സംസ്ഥാനത്തെ വിവിധ താലൂക്കുകളിൽ സമാന അദാലത്തുകൾ തുടരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.